ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പാടെ തകർന്നു പോകുന്നത് എപ്പോഴാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശത്രുക്കളുടെ ആക്രമണങ്ങളോ സാമ്പത്തികമായ തകർച്ചകളോ ഒന്നുമല്ല ഒരു മനുഷ്യനെ ജീവനോടെ കൊല്ലുന്നത്. സ്വന്തം പ്രാണനേക്കാൾ ഏറെ നമ്മൾ സ്നേഹിച്ചവർ, കണ്ണടച്ച് വിശ്വസിച്ചവർ, നമ്മുടെ നല്ല കാലത്ത് മാത്രം തണലായി നിന്നവർ ഒടുവിൽ നമ്മളെ പാതി വഴിയിൽ തനിച്ചാക്കി കടന്നുപോകുമ്പോഴാണ് നമ്മൾ ശരിക്കും മരിച്ചു ജീവിക്കാൻ തുടങ്ങുന്നത്. ആ അവസ്ഥയിൽ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു വിങ്ങലുണ്ട്. നെഞ്ച് കീറിമുറിക്കുന്നത് പോലെയുള്ള കഠിനമായ വേദന. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവരോട് ചോദിക്കാൻ നമ്മുടെ മനസ്സ് തുടിക്കും. പക്ഷെ തിരികെ കിട്ടുന്നത് ഒന്നുകിൽ ശ്വാസം മുട്ടിക്കുന്ന അവഗണനയായിരിക്കും, അല്ലെങ്കിൽ ഉള്ളിൽ അവശേഷിക്കുന്ന ജീവൻ കൂടി എടുത്തുകളയുന്ന ക്രൂരമായ വാക്കുകളായിരിക്കും. ഇന്ന് നമുക്കിടയിൽ ഈയൊരു നരകയാതനയിലൂടെ കടന്നുപോകാത്തവർ വളരെ കുറവാണ്. ബന്ധങ്ങളിലെ തകർച്ചകളും സൗഹൃദങ്ങളിലെ ചതിക്കുഴികളും വിശ്വസിച്ചവരുടെ വഞ്ചനയുമെല്ലാം ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസത്തെയും മാനസികാവസ്ഥയെയും പൂർണ്ണമായും തകർത്തെറിയും. രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതെ ഒരേ ചിന്തകളിൽ കുടുങ്ങി തലയണയിൽ കണ്ണീരൊഴുക്കി കഴിയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ വേദനിക്കുന്നത്? നമ്മൾ ജീവനായി കരുതിയവർക്ക് നമ്മളെ ഇത്ര പെട്ടെന്ന് മറക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇതിന് പിന്നിലെ യഥാർത്ഥ മനഃശാസ്ത്രം എന്താണ്? ബുദ്ധന്റെ ദർശനങ്ങളിലൂടെയും ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ചകളിലൂടെയും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കണ്ടെത്തുകയാണ് നമ്മൾ. നിങ്ങളുടെ ഉള്ളിലെ അശാന്തിക്കും നിങ്ങളെ അലട്ടുന്ന പല ചോദ്യങ്ങൾക്കും ഇവിടെ കൃത്യമായൊരു പരിഹാരം ലഭിക്കും. ഈ പ്രപഞ്ചത്തിലെല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ മനുഷ്യർ മാത്രം മാറ്റമില്ലാത്ത ഒന്നിനായി നിരന്തരം ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മനുഷ്യബന്ധങ്ങളിൽ. ഒരാൾ നമ്മളെ ഇന്ന് സ്നേഹിച്ചതുപോലെ തന്നെ നാളെയും സ്നേഹിക്കണമെന്നും ആ സ്നേഹം മരണം വരെ നിലനിൽക്കണമെന്നും നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ അവിടെയാണ് നമ്മുടെ ദുരന്തത്തിന്റെ തുടക്കം. ഒരു വ്യക്തി നിങ്ങളെ ഇന്ന് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നിമിഷത്തിൽ അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു വികാരം മാത്രമാണത്. നാളെ അവരുടെ സാഹചര്യങ്ങളോ ചിന്തകളോ മുൻഗണനകളോ മാറുമ്പോൾ സ്വാഭാവികമായും ആ സ്നേഹത്തിനും മാറ്റം വരാം. ഇത് പ്രകൃതിയുടെ ലളിതമായ ഒരു നിയമം മാത്രമാണ്. പക്ഷെ നമ്മുടെ മനസ്സ് ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകില്ല. നമ്മൾ ആ വ്യക്തിയിലേക്ക് പൂർണ്ണമായും അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു. ഈ അമിതമായ വൈകാരിക പറ്റിപ്പിടുത്തമാണ് എല്ലാ വേദനകളുടെയും മൂലകാരണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആ വ്യക്തിയെയാണ് സ്നേഹിക്കുന്നത് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രതിച്ഛായയാണ്. അവർ തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സന്തോഷങ്ങളെയാണ് നമ്മൾ പ്രണയിക്കുന്നത്. ആ പ്രതീക്ഷകളുടെ കോട്ടകൾ തകരുമ്പോൾ നമ്മുടെ ലോകം തന്നെ ഇടിഞ്ഞു വീഴുന്നതായി നമുക്ക് തോന്നും. നമ്മൾ മറ്റൊരാളിൽ നിന്ന് അമിതമായി പ്രതീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നമ്മൾ അറിയാതെ തന്നെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ നമ്മളോട് നന്നായി സംസാരിച്ചാൽ നമ്മൾ സന്തോഷിക്കും. അവർ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ നമ്മൾ കടുത്ത വിഷാദത്തിലേക്ക് വീഴും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ മനസ്സും സന്തോഷവുമെല്ലാം മറ്റൊരാളുടെ ഭാവഭേദങ്ങൾക്കനുസരിച്ചാണോ തീരുമാനിക്കപ്പെടേണ്ടത്? ഒരാൾ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നത്ര ദുർബലമാണോ നിങ്ങളുടെ ആന്തരിക ലോകം? ബുദ്ധൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളുടെ സമാധാനത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങളിൽ മാത്രമാണ്. മറ്റൊരാൾക്കും നിങ്ങളുടെ മനസ്സിലേക്ക് സമാധാനമോ അശാന്തിയോ നേരിട്ട് കുത്തിവെക്കാൻ കഴിയില്ല. നിങ്ങൾ അതിന് അനുവാദം നൽകുമ്പോൾ മാത്രമാണ് അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുന്നത്. നിങ്ങളെ അവഗണിക്കുന്ന ഒരാളുടെ പുറകെ നടന്ന് നിങ്ങളുടെ വില കളയുന്നത് എന്തിനാണ്? അവരോട് സംസാരിക്കാൻ യാചിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ നൽകിയ സ്നേഹത്തിലും വിശ്വാസത്തിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരോടും യാചിക്കേണ്ടതിലുമില്ല. പലപ്പോഴും ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായതുകൊണ്ടാണ് അവർ നമ്മളെ ഉപേക്ഷിച്ചത് എന്നാണ്. നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഞാൻ കുറച്ചുകൂടി നന്നായി പെരുമാറാമായിരുന്നു, ഞാൻ കാരണമായിരിക്കുമോ അവർ മാറിയത് എന്നിങ്ങനെ സ്വയം പീഡിപ്പിക്കുന്ന ചിന്തകളിലേക്ക് നമ്മൾ വഴുതി വീഴും. എന്നാൽ ഇവിടെയാണ് നമ്മളൊരു വലിയ സൈക്കോളജിക്കൽ ട്രൂത്ത് മനസ്സിലാക്കേണ്ടത്. ആളുകൾ നിങ്ങളെ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ കുറവുകൾ കൊണ്ടല്ല, മറിച്ച് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവരുടെ അഹങ്കാരത്തെ തൃപ്തിപ്പെടുത്താത്തതുകൊണ്ടോ ആകാം. മനുഷ്യർ സ്വാഭാവികമായും സ്വാർത്ഥരാണ്. സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഭൂരിഭാഗം ആളുകളും ശ്രമിക്കുന്നത്. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനുഷ്യസഹജമായൊരു രീതിയാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ആ വേദനയിൽ നിന്ന് മോചിതരാകാൻ തുടങ്ങുന്നത്. മറ്റുള്ളവരുടെ പെരുമാറ്റം അവരുടെ ഉള്ളിലെ അവസ്ഥയുടെ പ്രതിഫലനമാണ്, അല്ലാതെ നിങ്ങളുടെ മൂല്യത്തിന്റെ അളവുകോലല്ല. ഒരാൾ നിങ്ങളെ അവഗണിച്ചാൽ അതിനർത്ഥം നിങ്ങൾക്ക് വിലയില്ല എന്നല്ല, മറിച്ച് ആ വ്യക്തിക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാനുള്ള ശേഷിയില്ല എന്നാണ്. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു പ്രത്യേക ശാന്തത കൈവരും. നിങ്ങൾ ആരോടും പരാതിയോ പരിഭവമോ ഇല്ലാതെ മാറി നിൽക്കാൻ പഠിക്കും. ആ മാറി നിൽക്കലാണ്, ആ നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഠിനമായ വേദനയ്ക്ക് പിന്നിലും പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു പാഠമുണ്ട്. പ്രതിസന്ധികൾ എന്നത് നമ്മളെ തകർക്കാനുള്ളതല്ല, മറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ പ്രകൃതി ഒരുക്കുന്ന പരീക്ഷണശാലകളാണ്.
നമ്മളൊരു വ്യക്തിയിലേക്ക് അമിതമായി ചാഞ്ഞു നിൽക്കുമ്പോൾ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ നമ്മൾ മറന്നുപോകുന്നു. ആ സമയത്താണ് പ്രകൃതി നമ്മൾ പിടിച്ചിരിക്കുന്ന ആ താങ്ങിനെ ക്രൂരമായി തട്ടിമാറ്റുന്നത്. അത് നമ്മളെ വീഴ്ത്തി ഇല്ലാതാക്കാനല്ല, മറിച്ച് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ എത്രമാത്രം കരുത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയ ആ അവസ്ഥയെ ഓർത്ത് സ്വയം ശപിക്കരുത്. നിങ്ങളുടെ ആത്മീയവും മാനസികവുമായ വളർച്ചയ്ക്കുള്ള ഏറ്റവും വലിയ അവസരമായി അതിനെ കാണുക. നിങ്ങൾ പൂർണ്ണമായും ഒറ്റയ്ക്കായിരിക്കുന്ന ആ നിമിഷങ്ങളിലാണ് നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയുക. ചുറ്റും ആളുകളുള്ളപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മറ്റുള്ളവരുടെ ശബ്ദങ്ങളാണ്. അവരുടെ അഭിപ്രായങ്ങൾക്കും ആവശ്യങ്ങൾക്കുമാണ് നമ്മൾ എപ്പോഴും മുൻഗണന നൽകുന്നത്. എന്നാൽ നിങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടുമ്പോൾ ആ നിശബ്ദതയിൽ നിങ്ങളുടെ സ്വന്തം ആത്മാവിന്റെ ശബ്ദം നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയും. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ യഥാർത്ഥ കരുത്ത് എന്തൊക്കെയാണെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കാൻ ഈ ഏകാന്തത നിങ്ങളെ സഹായിക്കും. പലരും ഏകാന്തതയെ ഒരു വലിയ ശാപമായിട്ടാണ് കാണുന്നത്. ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അവസ്ഥയാണ്. അവിടെ നമ്മൾ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിനായി കൊതിക്കുകയും അത് കിട്ടാത്തതിൽ സ്വയം ഉരുകിത്തീരുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഏകാന്തതയെ നമുക്ക് സോളിറ്റ്യൂഡ് അഥവാ ഏകാന്തതയുടെ പരമാനന്ദമാക്കി മാറ്റാൻ കഴിയും. അവിടെ നിങ്ങൾ മറ്റാരെയും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ പൂർണ്ണ സംതൃപ്തനാണ്. ബുദ്ധൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജ്ഞാനം കണ്ടെത്തിയത് ഈ ഏകാന്തതയിൽ ധ്യാനിച്ചിരുന്നപ്പോഴാണ്. പ്രകൃതിയോടിണങ്ങി സ്വന്തം ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിനെ എല്ലാ ബാഹ്യചിന്തകളിൽ നിന്നും മുക്തമാക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു പരമാനന്ദമുണ്ട്. ആ അവസ്ഥയിലേക്ക് മാറാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉറവിടം പുറത്തുള്ള ഏതെങ്കിലും വ്യക്തിയോ സാഹചര്യങ്ങളോ അല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഉള്ളിൽ സമാധാനം കണ്ടെത്തിയ ഒരു മനുഷ്യന് മുന്നിൽ ഈ ലോകത്തിലെ എല്ലാ അവഗണനകളും തോറ്റുപോകും. നമ്മളെ വേദനിപ്പിച്ചവരോട് കടുത്ത പ്രതികാരം ചെയ്യണം എന്ന ചിന്ത പലരുടെയും മനസ്സിൽ ചുവന്ന തീക്കനലായി കിടക്കാറുണ്ട്. അവർ എന്നെ വേദനിപ്പിച്ചതുപോലെ എനിക്കും അവരെ വേദനിപ്പിക്കണം, അവർ കരയുന്നത് എനിക്ക് കാണണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ പ്രതികാരം എന്താണെന്നറിയാമോ? അത് അവരോട് ദേഷ്യപ്പെടുകയോ അവരെ ചീത്ത വിളിക്കുകയോ അവരെ തകർക്കാൻ നോക്കുകയോ ചെയ്യലല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ അങ്ങേയറ്റം സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കുക എന്നതാണ്. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയതിൽ നിങ്ങൾക്ക് യാതൊരു ഭാവവ്യത്യാസവുമില്ല എന്നവർക്ക് മനസ്സിലാകണം. നിങ്ങൾ മുൻപത്തേക്കാൾ കൂടുതൽ സുന്ദരമായി ജീവിക്കുന്നു, കൂടുതൽ വിജയം വരിക്കുന്നു, കൂടുതൽ സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു തകർച്ചയുണ്ട്. അത് മറ്റൊരു പ്രതികാരത്തിനും നൽകാൻ കഴിയില്ല. ദേഷ്യവും പ്രതികാര ചിന്തയും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെയാണ് കത്തിച്ചു കളയുന്നത്. ഒരു കനൽ കഷ്ണം മറ്റൊരാൾക്ക് നേരെ എറിയാൻ വേണ്ടി നിങ്ങൾ കയ്യിൽ പിടിക്കുമ്പോൾ ആദ്യം പൊള്ളുന്നത് നിങ്ങളുടെ കൈകൾക്കാണ്. അതുപോലെയാണ് ദേഷ്യവും. നിങ്ങളെ വേദനിപ്പിച്ചവർ അവരുടെ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കുക എന്നത് മാത്രമാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ദുർബലതയല്ല, മറിച്ച് അതൊരു വലിയ ആത്മീയ ഗുണമാണ്. ക്ഷമിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എന്നോട് ചെയ്തത് വലിയ തെറ്റാണ്, എങ്കിലും ഞാൻ അതിനെ എൻ്റെ മനസ്സിൽ നിന്ന് എറിഞ്ഞുകളയുന്നു. ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായി മാപ്പ് നൽകുന്നു എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയുക. ആ നിമിഷം നിങ്ങളുടെ നെഞ്ചിൽ നിന്നൊരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. അവരെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന്, അവരുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രരാകും. ഒരു പക്ഷിയെ കൂട്ടിനുള്ളിൽ അടച്ചിട്ടാൽ അത് പറക്കാൻ മറന്നുപോകും. അതുപോലെയാണ് നമ്മൾ മറ്റുള്ളവരുടെ ഓർമ്മകളെയും ദേഷ്യത്തെയും നമ്മുടെ മനസ്സിൽ പൂട്ടിയിടുന്നത്. ആ കൂട് തുറന്നുവിടുക, ആ പക്ഷിയെ സ്വതന്ത്രമായി പറന്നുപോകാൻ അനുവദിക്കുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ ആകാശത്തിലേക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടെ പറന്നുയരാൻ കഴിയുക. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഓവർ തിങ്കിങ് അഥവാ അമിത ചിന്തയുടെ ക്രൂരമായ ഇരകളാകാറുണ്ട്. കഴിഞ്ഞുപോയ കാലത്തിന്റെ കനലുകളെ മനസ്സിന്റെ ഉള്ളിലിട്ട് ഊതിവീർപ്പിച്ച് നമ്മൾ നമ്മുടെ ഇന്നത്തെ മനോഹരമായ ദിവസത്തെപ്പാടെ കരിച്ചുകളയും. അന്ന് ഞാൻ അങ്ങനെ പറയാതിരുന്നെങ്കിൽ, അവർ എന്നോട് അത്രയും ക്രൂരമായി പെരുമാറിയത് എന്തുകൊണ്ടായിരിക്കും, ഇനി വരുന്നൊരു കാലത്ത് ഞാൻ പൂർണ്ണമായും ഒറ്റയ്ക്കായി പോകുമോ എന്നിങ്ങനെ തീരാത്ത ചോദ്യങ്ങളുടെ ഒരു വലിയ ചങ്ങല തന്നെ നമ്മുടെ മനസ്സ് നമുക്ക് ചുറ്റും തീർക്കും. മനസ്സൊരു വന്യമൃഗത്തെ പോലെയാണ്. അത് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് അലഞ്ഞുതിരിഞ്ഞ് ചാടിക്കൊണ്ടേയിരിക്കും. അതിനെ മെരുക്കി ശാന്തമാക്കുക എന്നത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ്. അതിനുള്ള ഏറ്റവും ലളിതമായ വഴി ഈ വർത്തമാന നിമിഷത്തിൽ മാത്രം ജീവിക്കുക എന്നതാണ്. ബുദ്ധമതത്തിലെ ഏറ്റവും ആഴമേറിയ ഒരു പരിശീലനമാണ് മൈൻഡ്ഫുൾനെസ് അഥവാ ബോധപൂർവമായ ഉണർവ്. നിങ്ങളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് ആ നിമിഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായും തിരിച്ചുവിടുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം മാത്രം ശ്രദ്ധിക്കുക. പ്രാണവായു ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും തൊട്ടറിയുക. ചുറ്റുമുള്ള ശബ്ദങ്ങൾക്ക് കാതോർക്കുക. നിങ്ങളിപ്പോൾ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കാൻ പഠിക്കുമ്പോൾ
കഴിഞ്ഞ കാലത്തെ കഠിനമായ വേദനകൾക്കോ ഭാവിയിലെ അനാവശ്യമായ ആശങ്കകൾക്കോ നിങ്ങളുടെ മനസ്സിൽ ഒരിടവും ഉണ്ടാകില്ല. കാരണം വേദനകളെല്ലാം ഒന്നുകിൽ മരിച്ചുപോയ ഭൂതകാലത്തിലാണ്, അല്ലെങ്കിൽ ജനിച്ചിട്ടില്ലാത്ത ഭാവിയിലെ ഭയങ്ങളിലാണ്. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വർത്തമാന നിമിഷത്തിൽ യാതൊരു വേദനയുമില്ല. ഇവിടെ പൂർണ്ണമായ സമാധാനം മാത്രമേയുള്ളൂ. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരുടെ താൽക്കാലികമായ അംഗീകാരങ്ങൾക്ക് വേണ്ടി ഇത്രയധികം കെഞ്ചുന്നത്? മറ്റുള്ളവർ നമ്മളെ നല്ലതെന്ന് വിളിക്കണം, നമ്മളെ പുകഴ്ത്തണം, നമ്മളോട് സ്നേഹമുണ്ടെന്ന് എപ്പോഴും പ്രകടിപ്പിക്കണം എന്ന് നമ്മൾ ഭ്രാന്തമായി ആഗ്രഹിക്കുന്നു. ഇതിന് ഒരേയൊരു കാരണമേയുള്ളൂ, അത് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസക്കുറവാണ്. നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി സ്നേഹിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ആ സ്നേഹഭിക്ഷ പുറത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു പാത്രം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിക്കാൻ മറ്റുള്ളവരോട് യാചിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ആ പാത്രം ഇതിനകം തന്നെ കവിഞ്ഞൊഴുകുന്നതാണെങ്കിലോ മറ്റാരും അതിലേക്കൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങളുടെ മനസ്സിനെ അന്യന്റെ സ്നേഹത്തിന് കാത്തുനിൽക്കാതെ സ്വയം സ്നേഹം കൊണ്ട് നിറയ്ക്കുക. നിങ്ങളുടെ കുറവുകളോടെ, നിങ്ങളുടെ പരാജയങ്ങളോടെ നിങ്ങളെ തന്നെ പൂർണ്ണമായി സ്വീകരിക്കാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം മുതൽ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലാതായി മാറും. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കും. പുറത്തുനിന്നുള്ള യാതൊരു പ്രശംസയും നിങ്ങളെ അഹങ്കാരിയാക്കില്ല. യാതൊരു ക്രൂരമായ വിമർശനവും നിങ്ങളെ തളർത്തുകയുമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന മനുഷ്യർ എപ്പോഴും ഒരു റെയിൽവേ സ്റ്റേഷനിലെ താൽക്കാലിക യാത്രക്കാരെ പോലെയാണ്. ചിലർ കുറച്ചു ദൂരം നമ്മളോടൊപ്പം യാത്ര ചെയ്യും, എന്നിട്ട് അവരുടെ സ്റ്റേഷൻ വരുമ്പോൾ അവർ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഇറങ്ങിപ്പോകും. മറ്റു ചിലർ വരും, അവർ പുതിയ അനുഭവങ്ങളും പാഠങ്ങളും തരും, അവരും ഒരു നാൾ യാത്രയാകും. ആരും എക്കാലവും നമ്മുടെ കൂടെ ഉണ്ടാകില്ല. നമ്മുടെ ഈ ജീവിതയാത്രയിൽ ജനനം മുതൽ മരണം വരെ കൂടെയുണ്ടാകുന്നത് നമ്മൾ മാത്രമാണ്. ഈ ഒരു ലളിതമായ പ്രകൃതി നിയമം മനസ്സിലാക്കിയാൽ ആര് വിട്ടുപോയാലും ആര് പുതുതായി വന്നാലും നമ്മൾ അമിതമായി തുള്ളിച്ചാടുകയോ സങ്കടപ്പെടുകയോ ഇല്ല. വരുന്നവരെ പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുക, പോകുന്നവരെ സന്തോഷത്തോടെ യാത്രയാക്കുക. ആരെയും നിങ്ങളുടെ ജീവിതത്തിൽ ബലമായി പിടിച്ചുവെക്കാൻ ശ്രമിക്കരുത്. ഒരു പുഴ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? അതിൻ്റെ വഴിയിൽ എത്രയോ പാറക്കെട്ടുകൾ വരുന്നു, എത്രയോ വലിയ വളവുകൾ വരുന്നു, എത്രയോ അഴുക്കുകൾ വന്നു വീഴുന്നു. എന്നാൽ പുഴ ഒരിടത്തും തങ്ങി നിൽക്കുന്നില്ല, അത് ലക്ഷ്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെയാകണം നമ്മുടെ ജീവിതവും. സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും, മനുഷ്യർ എങ്ങനെയൊക്കെ ചതിച്ചാലും നമ്മൾ നമ്മുടെ ജീവിതവുമായി മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരിക്കണം. ഒരു വ്യക്തിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്ന് തിരിച്ചറിയുക. പലപ്പോഴും തകർച്ചകളിൽ വീഴുമ്പോൾ നമ്മൾ വിചാരിക്കും, എനിക്കിനി ഒരിക്കലും പഴയതുപോലെയാകാൻ കഴിയില്ല, എൻ്റെ ഹൃദയം പൂർണ്ണമായും തകർന്നുപോയി എന്ന്. എന്നാൽ ഹൃദയം എന്ന് പറയുന്നത് തകരാൻ മാത്രമുള്ള ഒന്നല്ല, അതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാനും മുൻപത്തേക്കാൾ കൂടുതൽ ശക്തമാക്കാനും കഴിയും. ഒരു കളിമൺ പാത്രം ഉടയുമ്പോൾ അതിനെ വീണ്ടും ഉരുക്കി പുതിയൊരു മനോഹരമായ പാത്രമാക്കാൻ കഴിയും. ജപ്പാനിൽ കിൻസുഗി എന്നൊരു അതിശയകരമായ കലയുണ്ട്. പൊട്ടിയ പാത്രങ്ങളുടെ വിള്ളലുകൾ സ്വർണം ഉപയോഗിച്ച് ഒട്ടിച്ചു ചേർക്കുന്ന ഒരു രീതിയാണത്. ആ പാത്രം പിന്നീട് മുൻപത്തേക്കാൾ കൂടുതൽ മനോഹരവും വിലപിടിപ്പുള്ളതുമായി മാറുന്നു. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുറിവുകളും വേദനകളും അതുപോലെയാണ്. അവ നിങ്ങളെ വിരൂപനാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ ആഴവും ഗാംഭീര്യവും നൽകുകയാണ് ചെയ്യുന്നത്. ആ മുറിവുകളെ നിങ്ങളുടെ അഭിമാനമായി കാണുക. കാരണം നിങ്ങൾ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിച്ച് ഇവിടെ വരെ കരുത്തോടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ജീവനുള്ള തെളിവുകളാണവ. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് കൃത്യമായ ലക്ഷ്യമുള്ള ഒരു ആയോധനകല പോലെയാണ്. അതിന് നിരന്തരമായ പരിശീലനവും കഠിനമായ ആത്മനിയന്ത്രണവും ആവശ്യമാണ്. ദിവസവും കുറച്ചു സമയമെങ്കിലും യാതൊരു ശബ്ദവുമില്ലാതെ തികച്ചും നിശബ്ദമായിരിക്കാൻ മനസ്സിനെ ശീലിപ്പിക്കുക. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനമെന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകാത്ത വലിയൊരു ആത്മീയ വിദ്യയൊന്നുമല്ല. അത് കാടുകയറി ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സിനെ ശാന്തമായി ഒരിടത്ത് കെട്ടിയിടാനുള്ള ലളിതമായ ഒരു പരിശീലനം മാത്രമാണ്. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും പൂർണ്ണമായ വിശ്രമം നൽകുക. മനസ്സ് അതിൻ്റെ പഴയ ശീലം കാരണം പല വഴിക്കായി ചിതറിപ്പോകുമ്പോൾ അതിനെ പതുക്കെ പിടിച്ച് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരിക. ഈ നിരന്തരമായ പരിശീലനം നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെപ്പോലും പോസിറ്റീവായി മാറ്റിമറിക്കും. നിങ്ങൾ മുൻപത്തേക്കാൾ കൂടുതൽ ശാന്തനാകും. നിങ്ങളുടെ ചിന്തകളിൽ കൃത്യമായ വ്യക്തത കൈവരും. കടുത്ത കലക്കവെള്ളം ഒരു പാത്രത്തിൽ വെറുതെ അനക്കാതെ വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിലെ ചെളിയെല്ലാം അടിഞ്ഞ് വെള്ളം തനിയെ തെളിഞ്ഞു വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. അതിനെ അനാവശ്യ ചിന്തകളിട്ട് അമിതമായി ഇളക്കിമറിക്കാതെ കുറച്ചു സമയം ശാന്തമായി വിട്ടാൽ ഉള്ളിലെ എല്ലാ അശാന്തികളും മാറി മനസ്സ് ശുദ്ധമാകും. നമ്മൾ മറ്റുള്ളവരോട് അളവില്ലാതെ കാണിക്കുന്ന കാരുണ്യവും സ്നേഹവും എന്തിനാണ് നമ്മുടെ സ്വന്തം ജീവിതത്തോട് മാത്രം കാണിക്കാൻ മടിക്കുന്നത്? മറ്റൊരാൾക്കൊരു ചെറിയ വിഷമം വരുമ്പോൾ പോലും നമ്മൾ അവരെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്താറുണ്ട്. എന്നാൽ നമുക്കൊരു തകർച്ച വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ കല്ലെറിയുകയും കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ഈ സ്വയം പീഡിപ്പിക്കുന്ന രീതി നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളോട് തന്നെ അല്പം കരുണ കാണിക്കുക. നിങ്ങൾ വെറുമൊരു മനുഷ്യനാണ്. മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം, കഠിനമായ വിഷമങ്ങൾ വരാം, ചിലപ്പോൾ പൂർണ്ണമായും തളർന്നു പോകാം. അതൊന്നും ഒട്ടും ലജ്ജിക്കേണ്ട ഒരു കുറ്റമല്ല.
ആ തളർച്ചയിൽ നിന്ന് പതുക്കെ നിവർന്ന് എഴുന്നേൽക്കാൻ നിങ്ങളെ തന്നെ മാനസികമായി സഹായിക്കുക. ഒരു കൊച്ചുകുട്ടി ആദ്യമായി നടക്കാൻ പഠിക്കുമ്പോൾ പലതവണ നിലത്ത് വീഴാറുണ്ട്. അപ്പോൾ അമ്മ ആ കുട്ടിയെ ദേഷ്യപ്പെട്ട് അടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി വീണ്ടും നടക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആ കൊച്ചുകുട്ടിയെ നിങ്ങളും അതുപോലെ സ്നേഹത്തോടെയും അതിരറ്റ കരുതലോടെയും കൂടെ നിർത്തുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സൗമ്യമായും ആത്മാർത്ഥമായും പെരുമാറാൻ തുടങ്ങുമ്പോൾ പുറം ലോകം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതോ അവരുടെ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് മുന്നിൽ വെറും നിസ്സാരമായി മാറും. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നോ എന്ന് ശക്തമായി പറയാൻ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി നമ്മുടെ സ്വന്തം താല്പര്യങ്ങളും സമാധാനവും ബലികഴിച്ച് അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അന്ധമായി സമ്മതം മൂളുന്നു. ഇതിന്റെ ഫലമായി നമ്മൾ മാനസികമായി വളരെയധികം തളർന്നു പോകുന്നു. നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ സ്വന്തം വ്യക്തിത്വമില്ലാത്ത ഒരു വെറും പാവയായി മാറുകയാണ് ചെയ്യുന്നത്. എല്ലാവരെയും എല്ലാ കാലത്തും സന്തോഷിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയില്ല. നിങ്ങൾ എത്ര നന്നായി പെരുമാറിയാലും നിങ്ങളുടെ നന്മയിൽ പോലും കുറ്റം കണ്ടുപിടിക്കാൻ ഇവിടെ ആളുകൾ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മാനസിക സമാധാനത്തിന് കോട്ടം വരുത്തുന്ന എല്ലാ കാര്യങ്ങളോടും യാതൊരു ഭയവുമില്ലാതെ ധൈര്യമായി നോ എന്ന് പറയുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അതിരുകൾ നിശ്ചയിക്കുന്നതിന്റെ ഭാഗമാണ്. നിങ്ങളെ യഥാർത്ഥമായി ബഹുമാനിക്കുന്ന, നിങ്ങളുടെ സമാധാനത്തെ വിലമതിക്കുന്ന നല്ല ആളുകൾ നിങ്ങളുടെ ആ തീരുമാനത്തെ എന്നും അംഗീകരിക്കും. അല്ലാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തനിയെ അകന്നു പോകും. അങ്ങനെ സ്വാർത്ഥരായ മനുഷ്യർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ ഭാവിക്കും സമാധാനത്തിനും എപ്പോഴും നല്ലത്. നമ്മൾ പലപ്പോഴും വലിപ്പമില്ലാത്ത ചിന്തകളിൽ കുടുങ്ങി ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നല്ല ആളുകൾക്ക് മാത്രം ജീവിതത്തിൽ എപ്പോഴും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. ഇതിനാഴമേറിയ ഒരു ആത്മീയമായ മറുപടിയുണ്ട്. സാധാരണ മണ്ണിൽ കിടക്കുന്ന സ്വർണം പത്തരമാറ്റോടെ ശുദ്ധിയാകണമെങ്കിൽ അത് കഠിനമായ തീയിൽ കിടന്ന് ഉരുകുക തന്നെ വേണം. വെറുമൊരു കരിങ്കല്ല് വിലപിടിപ്പുള്ള വജ്രമായി തിളങ്ങണമെങ്കിൽ അത് കഠിനമായി മിനുസപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യനെ, നിങ്ങളുടെ യഥാർത്ഥ ആത്മീയ ശക്തിയെ പുറത്തെടുക്കാനാണ് പ്രകൃതി നിങ്ങളെ ഇത്തരം കഠിനമായ സാഹചര്യങ്ങളിലൂടെയും വലിയ പ്രതിസന്ധികളിലൂടെയും കടത്തിവിടുന്നത്. ഈ പരീക്ഷണങ്ങളെല്ലാം നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് കൂടുതൽ ശക്തനാക്കാനാണ് വരുന്നത്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കഠിനമായ വേദനയും നാളെ നിങ്ങൾ കൈവരിക്കാൻ പോകുന്ന വലിയൊരു ആന്തരിക വളർച്ചയുടെ വിത്തുകളാണ്. അതുകൊണ്ട് ഈ താൽക്കാലിക തകർച്ചകളിൽ ഒട്ടും ഭയപ്പെടാതെ പ്രകൃതിയുടെ ആ വലിയ പ്ലാനിനെ പൂർണ്ണമായി വിശ്വസിക്കുക. ഇതും കടന്നുപോകും എന്ന വലിയ പ്രപഞ്ചസത്യം എപ്പോഴും ഓർക്കുക. സന്തോഷത്തിന്റെ മനോഹരമായ ദിവസങ്ങൾ കടന്നുപോയതുപോലെ ഈ കഠിനമായ സങ്കടത്തിന്റെ ദിവസങ്ങളും ഒരുനാൾ അവസാനിക്കുക തന്നെ ചെയ്യും. പുതിയൊരു വെളിച്ചമുള്ള പുലരി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ആത്മീയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് വിട്ടുകൊടുക്കലിലാണ്. നമ്മൾ എന്തിനെയെങ്കിലും അമിതമായി മുറുക്കെ അമർത്തിവെക്കാൻ ഭ്രാന്തമായി ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ കഠിനമായ വേദനകൾ ജനിക്കുന്നത്. ഉള്ളം കൈയിൽ ഒരു കട്ടിയുള്ളതോ അല്ലെങ്കിൽ തടിച്ചതോ ആയ കയർ ബലമായി ചുറ്റിവലിച്ചാൽ നമ്മുടെ കൈപ്പത്തി മുറിഞ്ഞു ചോരയൊഴുകും. എന്നാൽ ആ വലിയ പതുക്കെ അയച്ച് അത് വിട്ടുകൊടുത്താലോ ആ നിമിഷം ആ കഠിനമായ വേദന പൂർണ്ണമായി ഇല്ലാതാകും. അതുപോലെ തന്നെയാണ് നമ്മളെ നിരന്തരം വേദനിപ്പിക്കുന്ന പഴയ ഓർമ്മകളും നമ്മളെ ചതിച്ച വ്യക്തികളും. അവരെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി വിട്ടുകൊടുക്കുക. അതിനർത്ഥം നിങ്ങൾ അവരോട് ഭീരുവായി തോറ്റുകൊടുത്തു എന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം സമാധാനത്തിനു വേണ്ടിയാണ് നിങ്ങൾ ആ കഠിനമായ തീരുമാനമെടുക്കുന്നത്. വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദുർബലതയുടെ ലക്ഷണമല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ വലിയൊരു ആന്തരിക ശക്തിയുടെ തെളിവാണ്. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ ഇതാവശ്യമില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കുക. ആ നിമിഷം നിങ്ങൾ പുതിയൊരു മനുഷ്യനായി പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് തികച്ചും പുതിയൊരു ഊർജവും മനോഹരമായ പ്രതീക്ഷകളും തനിയെ കടന്നുവരും. നമ്മുടെ ഉള്ളിലെ അഹംഭാവമാണ് പലപ്പോഴും നമ്മുടെ സമാധാനം പൂർണ്ണമായും കെടുത്തിക്കളയുന്നത്. അവൻ എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ഇത്രയൊക്കെ ആത്മാർത്ഥമായി ചെയ്തിട്ടും അവൾ എന്നെ ഒട്ടും മാനിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ ഈ അഹംഭാവത്തിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ്. ഈ അഹംഭാവം എപ്പോഴും നമ്മളെ ഒരു പാവം ഇരയായി ചിത്രീകരിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ തലയിൽ കുറ്റം കെട്ടിവെച്ച് അവരെ ശപിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ ഈ അഹംഭാവത്തെ പാടെ മാറ്റി നിർത്തി കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി കാണാൻ തുടങ്ങിയാൽ അവിടെ യാതൊരു പ്രശ്നവുമില്ലെന്ന് നമുക്ക് പതുക്കെ മനസ്സിലാകും. ഈ ലോകത്തിൽ ഓരോരുത്തരും പെരുമാറുന്നത് അവരുടെ മാനസിക നിലവാരത്തിനും സംസ്കാരത്തിനും അനുസരിച്ച് മാത്രമാണ്. അത് അവരുടെ മാത്രം ആന്തരിക പ്രശ്നമാണ്, നമ്മുടേതല്ല. ഈ വലിയ തിരിച്ചറിവ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മോശം പെരുമാറ്റങ്ങളെ സ്വന്തം ഹൃദയത്തിലേക്ക് എടുക്കുന്നത് പൂർണ്ണമായി നിർത്തും. അവർ എന്ത് ക്രൂരത ചെയ്താലും അത് നിങ്ങളുടെ സമാധാനത്തെ ബാധിക്കില്ല. നമ്മളൊരു താമരയിലയിലെ വെള്ളത്തുള്ളി പോലെയായി മാറും. ചെളി നിറഞ്ഞ വെള്ളത്തിൽ കിടക്കുമ്പോഴും താമരയില ഒരു തുള്ളി വെള്ളം പോലും തന്നിലേക്ക് നനയാതെ സൂക്ഷിക്കുന്നു.
അതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ബാഹ്യമായ യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനെ തൊടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് പരസ്പര ബഹുമാനമാണ്. സ്നേഹം കുറവാണെങ്കിൽ പോലും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ബഹുമാനമില്ലാത്ത ഒരിടത്തും നമ്മൾ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഒട്ടും വില കൽപ്പിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശക്തമായ അസാന്നിധ്യം കൊണ്ട് കൃത്യമായ മറുപടി നൽകുക. നിങ്ങൾ അവിടെ നിന്ന് യാതൊരു ബഹളവുമില്ലാതെ നിശബ്ദമായി പിന്മാറുന്നത് കാണുമ്പോൾ അവരെ അത് ചിന്തിപ്പിക്കും. ദേഷ്യപ്പെട്ട് ഉറക്കെ സംസാരിക്കുന്നതിനേക്കാൾ, വലിപ്പമില്ലാതെ വഴക്കിടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമാണ് നിങ്ങളുടെ നിശബ്ദമായ പിന്മാറ്റം. ആ പിന്മാറ്റത്തിൽ നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ വലിയൊരു ഗാംഭീര്യമുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആത്മാഭിമാനം ഒരിക്കലും പണയം വെക്കരുത്. നിങ്ങൾ നിങ്ങളെ ആദ്യം ബഹുമാനിക്കാൻ പഠിച്ചാൽ മാത്രമേ ഈ ലോകത്തിലുള്ള മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കൂ. നിങ്ങളുടെ ജീവിതത്തിന്റെ വില നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ താൽക്കാലികമായ താൽപ്പര്യങ്ങളല്ല. നമ്മൾ പലപ്പോഴും സന്തോഷം കണ്ടെത്താൻ വേണ്ടി പുറത്തുള്ള ലോകത്തേക്ക് വെറുതെ ഓടുകയാണ് ചെയ്യുന്നത്. വില കൂടിയ പുതിയ വസ്ത്രങ്ങൾ, പുതിയ മൊബൈൽ ഫോൺ, പുതിയ യാത്രകൾ, പുതിയ കൂട്ടുകാർ, ഇവയിലെല്ലാം നമ്മൾ സന്തോഷം ഭ്രാന്തമായി തിരയുന്നു. എന്നാൽ ഈ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം താൽക്കാലികമായി കിട്ടുന്ന സന്തോഷം വെറും ജലരേഖ മാത്രമാണ്. അത് കുറച്ച് സമയം കഴിയുമ്പോൾ പൂർണ്ണമായി ഇല്ലാതാകും. യഥാർത്ഥവും ശാശ്വതവുമായ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ സമാധാനം മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിൽ കൃത്യമായ സമാധാനമുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ കുടിലിൽ ഇരുന്നാലും നിങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷിക്കാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ കടുത്ത അശാന്തിയാണെങ്കിലോ, നിങ്ങളൊരു വലിയ കൊട്ടാരത്തിലിരുന്നാലും ലോകത്തിലെ എല്ലാ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ചാലും നിങ്ങൾക്ക് ഒരിറ്റ് സമാധാനം പോലും കിട്ടില്ല. അതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളെയും മനുഷ്യരെയും മാറ്റാൻ വെറുതെ ശ്രമിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഉള്ളിലെ ആന്തരിക ലോകത്തെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായി ശുദ്ധീകരിക്കുക. പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കാത്തുസൂക്ഷിക്കേണ്ട ഏറ്റവും മനോഹരമായ ഒരു പുണ്യമാണ് നന്ദി പ്രകാശനം. നിർഭാഗ്യവശാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചാണ് വിലപിടിപ്പുള്ള സമയം സങ്കടപ്പെട്ട് കളയുന്നത്. എനിക്കതില്ല, എനിക്ക് ഇതുമില്ല, എന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ല എന്നിങ്ങനെ തീരാത്ത പരാതികളുടെ ഒരു വലിയ പട്ടിക തന്നെ നമ്മുടെ കൈകളിൽ എപ്പോഴും ഉണ്ടാകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിലവിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് സുരക്ഷിതമായി തലചായ്ക്കാൻ ഒരു വീടുണ്ട്, വിശപ്പടക്കാൻ ആഹാരമുണ്ട്, മാനം മറയ്ക്കാൻ വസ്ത്രമുണ്ട്, ആസ്വദിക്കാൻ മനോഹരമായ ഒരു പ്രകൃതിയുണ്ട്. ഇതെല്ലാം ഈ ലോകത്തിലെ എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇന്നുവരെ കിട്ടാത്ത വലിയ ഭാഗ്യങ്ങളാണ്. ദിവസവും രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇത്തരം നല്ല കാര്യങ്ങൾക്ക് ദൈവത്തോടോ പ്രകൃതിയോടോ ഹൃദയപൂർവ്വം നന്ദി പറയുക. ആ ഒരു ചെറിയ നന്ദി പറയൽ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയെ പൂർണ്ണമായും മാറ്റിമറിക്കും. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവായ ഒരു വലിയ ഊർജം നിറയും. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അനാവശ്യ സങ്കടങ്ങൾ മാറി ഉള്ള കാര്യങ്ങളിലുള്ള വലിയ സംതൃപ്തി നിങ്ങളുടെ മനസ്സിലേക്ക് തനിയെ കടന്നുവരും. ബുദ്ധൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് എപ്പോഴും പറയാറുള്ള മനോഹരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ അസൂയ മൂത്ത ഒരാൾ ബുദ്ധന്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ കഠിനമായ വാക്കുകളാൽ ചീത്ത വിളിച്ചു. ബുദ്ധൻ ഒട്ടും ദേഷ്യപ്പെടാതെ തികച്ചും ശാന്തനായി ആ അധിക്ഷേപങ്ങളെല്ലാം കേട്ടിരുന്നു. അയാൾ ചീത്ത വിളിച്ച് മടുത്തപ്പോൾ ബുദ്ധൻ അയാളോട് പതുക്കെ ചോദിച്ചു, നീ ഒരാൾക്ക് വിലപിടിപ്പുള്ള ഒരു സമ്മാനം കൊടുക്കാൻ കൊണ്ടുപോയി. എന്നാൽ അയാൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ സമ്മാനം ഒടുവിൽ ആരുടെ കൈകളിൽ അവശേഷിക്കും? അയാൾ ഉച്ചത്തിൽ പറഞ്ഞു, അത് എന്റെ കൈകളിൽ തന്നെ ഇരിക്കും. ബുദ്ധൻ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുപോലെ നീ ഇപ്പോൾ എനിക്ക് തന്ന ഈ കടുത്ത ചീത്തവിളികളും ദേഷ്യവും ഞാൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് അത് നിന്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായിരിക്കട്ടെ. എത്ര ആഴമേറിയ ആശയമാണിത്! മറ്റുള്ളവർ നമ്മളിലേക്ക് എറിയുന്ന കടുത്ത നെഗറ്റിവിറ്റി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ അധികാരം നമ്മുടെ കൈകളിൽ മാത്രമാണ്. നമ്മളത് സ്വീകരിക്കാതിരുന്നാൽ ആ വിഷം അവരിലേക്ക് തന്നെ തിരികെ പോകും. നമ്മൾ ചെയ്യേണ്ടത് മനസ്സ് ശാന്തമാക്കി വെക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ മനസ്സിനെ നിരന്തരം വേദനിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് ശാശ്വതമായ മുക്തി നേടാൻ ഡയറി എഴുതുന്നത് വളരെ നല്ലൊരു മാർഗമാണ്. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും, കടുത്ത ദേഷ്യവും, അടക്കാനാകാത്ത സങ്കടവും ഒരു വെളുത്ത പേപ്പറിലേക്ക് പൂർണ്ണമായി എഴുതി വയ്ക്കുക. മറ്റാരും അത് കാണേണ്ടതില്ല. എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേപ്പർ കീറിക്കളയാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വൈകാരികമായ വലിയൊരു ഭാരം ആ പേപ്പറിലേക്ക് മാറുന്നതായി നിങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടും. മനസ്സ് വളരെ ലഘുവായി മാറും. ചിന്തകളെ കൃത്യമായി ക്രമീകരിക്കാൻ ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. പലപ്പോഴും നമ്മൾ നമ്മുടെ കഠിനമായ വികാരങ്ങളെ ഉള്ളിൽ അമർത്തിവെക്കാറാണ് പതിവ്. അങ്ങനെ ഉള്ളിൽ അമർത്തിവെക്കുന്ന വികാരങ്ങൾ പിന്നീട് വലിയ മാനസിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവയെ പുറന്തള്ളാൻ ഇത്തരം നല്ല വഴികൾ കണ്ടെത്തുക. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക. ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക തകർച്ചയിലോ നിങ്ങളുടെ ഈ മനോഹരമായ ജീവിതം ഒരിക്കലും അവസാനിപ്പിക്കരുത്.
നിങ്ങൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന എന്നാൽ പല സാഹചര്യങ്ങളാൽ മാറ്റിവെച്ച നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഒരു പുതിയ ഭാഷ പഠിക്കുക, പുതിയൊരു കല അഭ്യസിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, പുതിയ യാത്രകൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക. നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ക്രിയാത്മകമായ കാര്യങ്ങളിൽ വ്യാപൃതമാക്കുമ്പോൾ പഴയ സങ്കടങ്ങളിലേക്ക് തിരികെ പോകാൻ നിങ്ങളുടെ മനസ്സിന് സമയം കിട്ടില്ല. നിങ്ങൾ തികച്ചും പുതിയൊരു വ്യക്തിത്വമായി വളരും. നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു അർത്ഥവും ലക്ഷ്യവും കൈവരും. പരാജയങ്ങളിൽ നിന്ന് വലിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ ശക്തമായി മുന്നേറുന്നവനാണ് ഈ ലോകത്തിലെ യഥാർത്ഥ വിജയി. നമ്മൾ പലപ്പോഴും ഈ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് ആഴമേറിയ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പ്രകൃതിയിലെ ഓരോ ചെറിയ ഘടകവും നമ്മളെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നിശബ്ദമായി പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ഒരു മരത്തെ മാത്രം ഒന്ന് നോക്കൂ. അത് യാതൊരു വിവേചനവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ തണൽ നൽകുന്നു. തന്നെ ക്രൂരമായി കല്ലെറിയുന്നവന് പോലും അത് മധുരമുള്ള നല്ല പഴങ്ങൾ സമ്മാനിക്കുന്നു. കടുത്ത കാറ്റിലും പെരുമഴയിലും അതിന്റെ ഇലകളെല്ലാം പൂർണ്ണമായി കൊഴിഞ്ഞുപോയാലും അത് ഒരിടത്തുമിരുന്ന് സങ്കടപ്പെടുന്നില്ല. വരാനിരിക്കുന്ന വസന്തത്തിൽ വീണ്ടും മനോഹരമായി തളിർക്കാൻ വേണ്ടി അത് ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെയാകണം നമ്മുടെ ജീവിതവും. നമ്മൾ നേരിടുന്ന തകർച്ചകളെല്ലാം തികച്ചും താൽക്കാലികം മാത്രമാണ്. വീണ്ടും പുതിയ കരുത്തോടെ തളിർക്കാനുള്ള ഒരു നല്ല കാലം നമുക്ക് മുന്നിൽ തീർച്ചയായും ഉണ്ടാകും. ഈ പ്രകൃതിയോടൊപ്പം ആവശ്യത്തിന് സമയം ചെലവഴിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തിന് അങ്ങേയറ്റം നല്ലതാണ്. പുലർക്കാലത്തെ പ്രകൃതിയുടെ സൂര്യപ്രകാശം ശരീരത്തിലേൽക്കുന്നതും നല്ല പച്ചപ്പിലൂടെ ശാന്തമായി നടന്നുപോകുന്നതും ഒഴുകുന്ന വെള്ളത്തിന്റെ മനോഹരമായ ശബ്ദം കേൾക്കുന്നതുമെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ കടുത്ത സങ്കടങ്ങളെ പാടെ ഇല്ലാതാക്കാൻ സഹായിക്കും. പ്രകൃതിക്ക് നമ്മുടെ ആന്തരിക മുറിവുകൾക്ക് വലിയൊരു രോഗശാന്തി നൽകാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട്. നമ്മുടെ സൗഹൃദ വലയങ്ങൾ എപ്പോഴും പോസിറ്റീവായ നല്ല ആളുകളെ കൊണ്ട് മാത്രം നിറയ്ക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കുക. നമ്മളെ എപ്പോഴും വെറുതെ കുറ്റപ്പെടുത്തുന്ന, നമ്മളിൽ നെഗറ്റിവിറ്റി മാത്രം നിരന്തരം നിറയ്ക്കുന്ന വിഷലിപ്തരായ ആളുകളിൽ നിന്ന് എത്രയും പെട്ടെന്ന് അകന്നു നിൽക്കുക. നിങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന, നിങ്ങളുടെ കഴിവുകളെ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളെ ഒരു മനുഷ്യനായി മാനിക്കുന്ന നല്ല സുഹൃത്തുക്കളെ മാത്രം എപ്പോഴും കൂടെ നിർത്തുക. അങ്ങനെയുള്ള നല്ല ആളുകളുടെ സാന്നിധ്യം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ അത്തരം നല്ല സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. നല്ല പുസ്തകങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ലോകത്തിലെ പ്രശസ്തരായ വലിയ ചിന്തകരുടെയും എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ തേടിപ്പിടിച്ചു വായിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അറിവിന്റെ വലിയൊരു ലോകം തന്നെയാണ് തുറന്നു കിട്ടുക. നിങ്ങളുടെ ചിന്താഗതികൾ പൂർണ്ണമായി മാറും. നിങ്ങളുടെ അറിവ് വർദ്ധിക്കും. വായന നിങ്ങളുടെ മനസ്സിനെ മുൻപത്തേക്കാൾ കൂടുതൽ മനോഹരമാക്കും. നമ്മൾ പലപ്പോഴും അക്ഷമയോടെ വിചാരിക്കാറുണ്ട്, എനിക്ക് എൻ്റെ ജീവിതത്തിലെല്ലാം പെട്ടെന്ന് മാറിമറിയണം, എൻ്റെ കഠിനമായ വിഷമങ്ങളെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകണമെന്ന്. എന്നാൽ ഹീലിംഗ് അഥവാ മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങുക എന്ന് പറയുന്നത് വലിയൊരു പ്രക്രിയയാണ്. അതിന് അതിൻ്റെതായ കൃത്യമായ സമയമെടുക്കും. ശരീരത്തിലൊരു വലിയ മുറിവുണ്ടായാൽ അത് പൂർണ്ണമായി ഉണങ്ങാൻ കുറച്ച് ദിവസങ്ങൾ അനിവാര്യമാണ്. നമ്മൾ ദിവസവും ആ മുറിവ് നഖം കൊണ്ട് മാന്തിക്കൊണ്ടിരുന്നാൽ അത് ഒരിക്കലും ഉണങ്ങില്ലെന്ന് മാത്രമല്ല, കൂടുതൽ വഷളാകുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കഠിനമായ മുറിവുകളും. കഴിഞ്ഞുപോയ മോശം കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് ആ പഴയ മുറിവുകളെ കൂടുതൽ വലുതാക്കരുത്. സമയത്തിന് അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യാൻ പൂർണ്ണ അനുവാദം നൽകുക. പതുക്കെ പതുക്കെ ആ കഠിനമായ വേദന കുറഞ്ഞു വരും. ഒരു ദിവസം നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, അന്ന് ഞാൻ ഈ ഒരു നിസ്സാര കാര്യത്തിനു വേണ്ടിയായിരുന്നോ ഇത്രയധികം കണ്ണീരൊഴുക്കി കരഞ്ഞത് എന്ന് തോന്നും. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വലിയ ചിരി തോന്നും. ആ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് നിങ്ങൾ ഒരു നാൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതിന് കുറച്ച് ക്ഷമ മാത്രം ഉള്ളിൽ ആവശ്യമാണ്. ജീവിതത്തിൽ എപ്പോഴും ലളിതമായിരിക്കാൻ പരമാവധി ശ്രമിക്കുക. മനുഷ്യന്റെ ഉള്ളിലെ അമിതമായ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളുമാണ് അവനെ എപ്പോഴും കടുത്ത അശാന്തിയിലേക്ക് നയിക്കുന്നത്. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുക. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും കൃത്യമായ ഒരു ലാളിത്യം കൊണ്ടുവരിക. വലിയ വലിയ ആഡംബരങ്ങൾക്ക് പുറകെ ഭ്രാന്തമായി നിങ്ങളുടെ സമാധാനം ഒരിക്കലും കളയരുത്. ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ ഹൃദയപൂർവ്വം ആസ്വദിക്കാൻ പഠിക്കുക. ഒരു കപ്പ് ചൂട് ചായ കുടിക്കുമ്പോഴോ, മനോഹരമായ ഒരു പാട്ട് കേൾക്കുമ്പോഴോ, ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ ചിരി കാണുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി സന്തോഷിക്കാൻ കഴിയണം. ആ ചെറിയ സന്തോഷങ്ങളിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥ ഭംഗി അടങ്ങിയിരിക്കുന്നത്. വലിയ വലിയ വിജയങ്ങൾ മാത്രമല്ല, ഈ കൊച്ചു കൊച്ചു നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ശില്പി നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ മനസ്സിൽ ജനിക്കുന്ന ചിന്തകളാണ് നിങ്ങളുടെ ഭാവിയെ പൂർണ്ണമായും തീരുമാനിക്കുന്നത്. നിങ്ങൾ എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്തരം കടുത്ത നെഗറ്റീവായ സാഹചര്യങ്ങൾ മാത്രമേ ആവർത്തിച്ച് കടന്നുവരൂ. എന്നാൽ നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു സമാധാനം നിലനിർത്തുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം മുൻപത്തേക്കാൾ കൂടുതൽ മനോഹരമായി മാറും. ബുദ്ധൻ പറഞ്ഞതുപോലെ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതുതന്നെയായി മാറുന്നു.
അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും കടുത്ത ഉണർവോടെ മാത്രം കാത്തുസൂക്ഷിക്കുക. തെറ്റായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നുവരുമ്പോൾ തന്നെ അവയെ കൃത്യമായി തിരിച്ചറിഞ്ഞ് പാടെ മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളെ വഞ്ചനയോടെ ഒറ്റപ്പെടുത്തിയവരോട്, നിങ്ങളെ ക്രൂരമായി അവഗണിച്ചവരോട് നിങ്ങളുടെ മനസ്സിൽ യാതൊരു ദേഷ്യവും ഒരിക്കലും വെച്ചേക്കരുത്. അവർ യഥാർത്ഥത്തിൽ നിങ്ങളെ ജീവിതത്തിലെ വലിയൊരു സത്യം പഠിപ്പിക്കാൻ വന്ന ഗുരുക്കന്മാരാണ്. അവരിലൂടെയാണ് നിങ്ങൾ മനുഷ്യരുടെ യഥാർത്ഥ സ്വാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയത്. അവരിലൂടെയാണ് നിങ്ങൾ മുൻപത്തേക്കാൾ കൂടുതൽ ശക്തനായത്. അവരിലൂടെയാണ് നിങ്ങൾ മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാൻ പഠിച്ചത്. അതുകൊണ്ട് അവരോട് മനസ്സിൽ വലിയൊരു നന്ദി പറയുക. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൂടുതൽ ശക്തനായത്, കൂടുതൽ സമാധാനം കണ്ടെത്തിയത് എന്ന് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. ആ ഒരു ആത്മീയ ഉണർവിലേക്ക് നിങ്ങൾ പൂർണ്ണമായി എത്തുമ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങൾ എല്ലാ ബാധ്യതകളിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രനാകും. ഇനി കണ്ണുകൾ പതുക്കെ അടച്ച് ആഴത്തിൽ ഒരു ശ്വാസമെടുക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് പതുക്കെ കടന്നുവരുന്ന ആ വലിയ ശാന്തതയെ തൊട്ടറിയുക. കഴിഞ്ഞ കാലത്തെ എല്ലാ കഠിനമായ ഭാരങ്ങളും നിങ്ങളെ വേദനിപ്പിച്ച മനുഷ്യരുടെ മോശം ഓർമ്മകളും ഈ നിമിഷത്തിൽ ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് വിടുക. നിങ്ങളിപ്പോൾ പൂർണ്ണമായും സുരക്ഷിതനാണ്. നിങ്ങൾ അങ്ങേയറ്റം ശാന്തനാണ്. നിങ്ങളുടെ ജീവിതം വിലമതിക്കാനാവാത്തത്ര മനോഹരമാണ്. ഈ ലോകത്തിൽ ഒന്നിനും നിങ്ങളുടെ ആന്തരിക സമാധാനത്തെ ഇനി തകർക്കാൻ കഴിയില്ല. ഈ ഒരു വലിയ പ്രപഞ്ചസത്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ധൈര്യത്തോടെ, സമാധാനത്തോടെ, മുഖത്തൊരു ചെറിയ പുഞ്ചിരിയോടെ മുന്നോട്ട് മാത്രം പോവുക. ഈ പ്രകൃതി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചം എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കട്ടെ. ഈ ഒരു ചെറിയ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സ് എത്രമാത്രം ശാന്തമാണെന്ന് സ്വയം തിരിച്ചറിയുക. ബാഹ്യലോകത്തെ എല്ലാ വലിയ കോലാഹലങ്ങൾക്കും അപ്പുറത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശാന്തസമുദ്രമുണ്ട്. അവിടെ യാതൊരു കടുത്ത തിരമാലകളുമില്ല. അവിടെ അനാവശ്യമായ അശാന്തികളില്ല. ആ വലിയ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ദിവസവും ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുക. പുറത്തുള്ള മനുഷ്യർ നിങ്ങളെ എങ്ങനെയൊക്കെ വിലയിരുത്തിയാലും നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ സ്വത്വത്തെ സ്പർശിക്കാൻ പോലും അവർക്ക് കഴിയില്ല. നിങ്ങൾ ഈ ഭൂമിയിലെ ഒരു അത്ഭുതമാണ്. നിങ്ങളുടെ ജീവിതം ഒട്ടും വിലമതിക്കാനാവാത്ത ഒന്നാണ്. മറ്റാരുടെയും താൽക്കാലികമായ അംഗീകാരത്തിനായി കാത്തുനിൽക്കാതെ നിങ്ങളുടെ സ്വന്തം പാതയിലൂടെ സമാധാനത്തോടെ മുന്നോട്ട് സാവധാനം നടക്കുക. പ്രകൃതിയുടെ വലിയ അനുഗ്രഹവും ബുദ്ധന്റെ ദർശനങ്ങളും എക്കാലവും നിങ്ങളുടെ കൂടെയുണ്ടാകും.